കാണാൻ വേണ്ടിയായിരുന്നു. നമ്മളിതേ നമ്മുടെ പള്ളാത്തുരുത്തി അടുത്ത് ആർച്ച് പാലം, ആർച്ച് പാലത്തിൻ്റെ ഇപ്പുറം ഇവിടെ ഒരു കൊച്ചു പാലമുണ്ട്. ഈ കൊച്ചു പാലത്തിനൊക്കെ ഇന്ന് നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അവർ രണ്ടുപേരും വണ്ടിയിൽ പോയിട്ടുണ്ട്. അവരിനി പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് പള്ളാത്തുരുത്തിൽ നിന്ന് കിഴക്കോട്ട് AC റൂട്ടിൽ ചങ്ങനാശ്ശേരി റൂട്ടിലായിരിക്കും നമ്മൾ. നേരെ ചങ്ങനാശ്ശേരി റൂട്ടിൽ അവിടെ ചെന്ന് പൊങ്ങ കഴിഞ്ഞുള്ള ജ്യോതി ജംഗ്ഷൻ എന്ന് പറയും, അവിടെ പോയി നിൽക്കണം. ഇനി ഇവരെ വെയിറ്റ് ചെയ്ത് അന്നേരം നമ്മളിന്ന് വള്ളം എടുത്തിട്ടില്ല, വണ്ടിയല്ല. ഇതാണ് നമ്മുടെ പള്ളാത്തുരുത്തിയുടെ ഒരു രാവിലത്തെ ഒരു സീൻ. ബോട്ടെല്ലാം നിശ്ചലമായി കിടക്കുക. അന്നേരം ഇനിയിപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ്. അവിടെ ഒരു പാടത്ത് വിത കഴിഞ്ഞിട്ടുണ്ട്. വിത കഴിഞ്ഞ് നേരെ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് വിത കഴിഞ്ഞുകൊണ്ട് അവിടെ വരാലുണ്ടെന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ പോയി നോക്കിയിട്ടൊന്നുമില്ല. അന്നേരം ഞങ്ങൾ രണ്ടും അങ്ങോട്ട് പോവുക. അന്നേരം പുറകെ കണ്ണനും അർജുൻ ദേവും കൂടി അങ്ങോട്ട് വരും. അന്നേരം ഞങ്ങൾ ഇവിടുന്ന് നേരെ വിട്ടേക്കുക. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണണം ആണല്ലോ. നമ്മളിത് ഇപ്പം നേരെ പള്ളാത്തുരുത്തി പാലം. ഈ പാലത്തെ കറക്റ്റ് പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ പാലത്തിലോട്ട് വണ്ടിയായിട്ട് കയറുന്നത്. നമ്മൾ പണി തീരുന്നതിന് മുന്നേ നമ്മളിതുവഴി ഈ പറഞ്ഞ മാത്തൂരെന്ന് പറഞ്ഞ പാടത്തോട്ട് നമ്മൾ പോകുന്നു. അന്നേരം അന്ന് ഈ പാലത്തിൻ്റെ പണി തീർന്നിട്ടില്ലായിരുന്നു. ഇതാണ് ആർച്ച് പാലം പള്ളാത്തുരുത്തി. നമ്മൾ ഈ ആറ്റിൽ കൂടിയാണ് ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നമ്മളിതേ കറങ്ങിത്തിരിഞ്ഞ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സ്പോട്ടിലൊക്കെ വല വെച്ച് ഇവിടുന്ന് നമ്മൾ കുറച്ച് വരാൽ പിടിച്ച് നമ്മൾ ഇന്ന് വന്നപ്പം ഈ ഭാഗത്തായിട്ട് ഇടത്തരം വരാൽ വെള്ളമെടുക്കുക നമ്മൾ കണ്ട്. കാര്യം ഇവിടെ ഒരു വല കുത്താൻ പോയി. ഇവിടെ ഒരു വല കുത്തിയിട്ട് അവിടെ നിന്നൊരു വല നേരെ പുറവ് വലിച്ചോണ്ട് ഞങ്ങൾ കൂടുതലെല്ലാം അവിടെ പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ വലയൊക്കെ എടുത്തോണ്ട് സെറ്റ് ചെയ്യട്ടെ. അവിടെ തന്നെ കുത്തി പോയി. ഇത് കമ്പിയാണ് അല്ല ഉണ്ടാക്കട്ടെ വീഡിയോ പിടിക്കട്ടെ വരുന്ന തോട്ടക്കാട്ടുകര എന്നൊരു ഗ്രാമം. ആ കമ്പനി അടുത്ത് കുത്തിയാലാണ് ചാടത്തില്ല.
അഞ്ച് പോന്നോ 5 പോ കൂവിലവിടെ കൂട്ടിരിച്ച് ഇറങ്ങണ്ടേ പറഞ്ഞിട്ട് വലിച്ചെറിയണ്ടേ ഒരു ചെമ്പല്ലി അല്ല അങ്ങ് വല പൊക്കുമ്പോ കാണുമോ അത്ര ചാടി ചെമ്പല്ലി പൊക്കി പിടിച്ചാൽ അത് വേണ്ട വലിയ കിട്ടുക്കൻ ചെമ്പല്ലി ഇവിടുത്തെ. അങ്ങനെ നമ്മുടെ കുടുംബപ്പൻ ആദ്യത്തെ ഒരാൾ തപ്പിപ്പിടിച്ചിരിക്കുകയാണ്. ഇല്ല അത് അഡ്ജസ്റ്റ് കളിക്കും. ചെളി കയറ്റി കഴിഞ്ഞാൽ മുക്കറായിട്ടുണ്ട്. അത് നീ ഇങ്ങോട്ട് കയറ്റി പിടിച്ചോ. നീ അങ്ങനെ ഇത് തന്നെയാണ് എൻ്റെ നേരത്തെ അങ്ങോട്ട് കളഞ്ഞാൽ മതി. നീ പേർക്കുണ്ട് ഒടിച്ചോളാം. കൊമ്പൊടിക്കുക അല്ലെങ്കിൽ എടുക്കൊന്നും വേണ്ട, ഊരിക്കളാം. നമ്മുടെ കയ്യൊക്കെ തന്നെ ഉണ്ട്. സൈഡ് പൊളിച്ച് പിടിക്കണം ഇനിയെങ്കിൽ. ഒരിക്കലടാ ഒരിക്കലടാ എൻ്റെ കയ്യ കാര്യം അറിയാതെ ഇങ്ങനെ പുറത്താങ്ങലുണ്ട്. ഇതിന് കുത്തിയേ അവൻ തിരിച്ചു വരും. ആ ചാടിയും തിരിച്ചു വരും. ഇടിക്കുന്നുണ്ടല്ലോ നമ്മുടെ വല കിടന്ന്. എടാ ഫ്രണ്ട് നോക്കണം, പൂണ്ടിരിക്കണം. ഒന്ന് നിർത്തിയിട്ടൊന്ന് തപ്പി നോക്കണം. വളച്ചവനെ എന്താ കാണിക്കേ. കുറച്ച് ദിവസമായിട്ട് ഇന്നലെ ചോര പോക്ക് കൊടുക്കുന്നില്ലോ. ആ പച്ച പൊക്കട
ഒക്കള അങ്ങോട്ട് വരാം. നമ്മുടെ രണ്ട് വലയൊക്കെ പൊക്കി വലയുടെ തുമ്പത്ത് വന്നപ്പോൾ ഒരു കാര്യം നൈസൊരു പണി തന്നു. വലയ്ക്ക് അടി കയറി ഉടക്കിയിരുന്നു. എന്തായാലും നമുക്ക് കുരുന്നിന് 2 ചെമ്പല്ലിയും നല്ലൊരു വരാലും തപ്പിയെടുത്തായിരുന്നു. ഇതുണ്ടൊക്കെ സൈസ് ചെമ്പല്ലി വരാലും കുഴപ്പമില്ല, അത്യാവശ്യം വലിയ വരാല്. നമ്മുടെ വരാലുണ്ട്, പക്ഷേ ഇടത്തരം വരാലാണ് കൂടുതലും കാണുന്നത്. ചെറിയ ഇടത്തരം കാര്യമാണ്. നല്ല തൂവാ കിട്ടിക്കഴിഞ്ഞു. അത് തന്നെ സാധനം. അത് തന്നെ അവൻ തന്നെ അടാ തന്നു. കാരി കടിച്ച് എന്നെ കാരി കടിച്ചെന്ന് അവൻ പറഞ്ഞ്. അയ്യോ, അടുത്ത കാര്യമാണോ മറ്റോ തന്നെയാണ്. 2 വരുന്നത്. നേരെ കറക്റ്റ് എടുത്തിരിക്കും. ഇത്ര ആ സൈഡ് കൂടി എടുത്തിട്ട് കൊടുക്കും. വരാല്ലേ അത് സൈസ് വരാലോ. അത് കണ്ടെത്തി പോയി കാര്യം. എല്ലാ ചാക്കിൻ്റെ അകത്തായിട്ട് എല്ലാം പോകും. ആ എടുത്തോളാം. വല നന്നായിട്ട് എടുക്കണം. 2 ഫോൺ അതല്ലേ പറഞ്ഞു. ചാക്കിൻ്റെ അകത്തില്ല. അതവിടെ അന്നേരം കുറ്റി ഊരിട്ട് വന്നു. എല്ലാം കൂടെ ഒറ്റ ചാക്ക് കൈ പിടിക്കാൻ പറയാം. ഫോൺ അതിൻ്റെ അകത്ത് വെക്ക്. ഫോൺ അതിൻ്റെ അകത്ത്. കാര്യമുണ്ട്. കാര്യം നിൻ്റെ ആ താഴത്തുണ്ട്. വല പൊക്ക് ഉണ്ടോ? ചത്തു പോകൂടാ, വിട്ടുകളാ, ചത്തു പോവും. മഞ്ഞ വരാല് കാര്യമാണ് ആൾക്ക് കിടക്കുന്നത്. കാരി അതിൻ്റെ കാലം കാരി കിടക്കുന്നുണ്ട്. ആ ഇപ്പോൾ ഒരു ഉണ്ട്, അത് ചത്തു പോരെ. എന്തായാലും ഇറങ്ങണത്. അതെ, ഇവിടെ പിടിക്കാനുള്ള സാധനം കൊടുക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്. ഇതവിടെ ഇവിടെ ഇട്. ഇത് കൂട്ടി പിടിക്കാം. ഇതിൻ്റെ ഇപ്പുറത്തൊരു കാര്യമുണ്ട് കേട്ടോ. പിടിക്കാം. വലിക്കില്ല. ആ ചെറുപ്പത്തെ കാല് മതി. ചെറുപ്പം കാര്യം കിടക്കാം. മേലിലല്ലേ വൈകില്ല. പണം പിടിച്ച് വളരെ തിരക്കുള്ളത് കേട്ടെ. വലിപ്പം എടുക്കടാ. വലിപ്പമുണ്ട്. മോശം മതി. കാപ്പിണ്ട് പഠിപ്പിച്ച് നീ ഒക്കെ പിടിച്ചോ.
ചെറുതായി നല്ല പിടിക്കാൻ തീരെ ഉപ്പൊന്നുമില്ല. എടുക്കാം. വരാറൊക്കെ ഒന്ന് കാണിച്ചു തുറന്നു വിളിച്ചിരുന്നു. തീരെ ഉപ്പൊന്നും ഇരുന്നു കേട്ടോ. അടുത്ത വർഷത്തേക്ക് നമ്മൾ വളരാൻ വിടുകയാണ്. ഇതെല്ലാം അതിൻ്റെ അകത്ത് തന്നെയല്ലേ? അല്ല ഇപ്പോൾ കൊല്ലി അവിടെ വണ്ടിയൊക്കെ കയറ്റി വെച്ചിരിക്കും. കിട്ടും കിട്ടും. കയ്യൊക്കെ അങ്ങനെ കൊണ്ട് ഉറന്ന് അറിഞ്ഞിരിക്കുന്നു ഇപ്പോഴും. ഇതട്ടെ കിട്ടും. ചത്തു കൂടാ അത് കിട്ടും. എല്ലാവരും ചത്തു. ചെറുതല്ലേ? തീരെ ചെറുതലുണ്ട്. ഇത് തീരെ 250 വരും. ഇതിടല്ലേ? എനിക്കറിയത്തില്ല. വേണ്ട ഓക്കെ. മഞ്ഞ വരും. മഞ്ഞ വരാലോ. അങ്ങനെയല്ലേ? മഞ്ഞ വരാല് ഇതേടത് പുറകെ വരണം. ഇതൊക്കെ ഉള്ളതായിരുന്നു. നിനക്കൊന്നും കണ്ടില്ല ഇതല്ലേ? ഇതിൻ്റെ കവർ നമ്മൾ ഇട്ടായിരുന്നു. വലിച്ചു കയറിയതാ കൂടുതൽ. കേട്ടോ വന്നു. ആര് കാണും? മഞ്ഞപ്പൊടി മഞ്ഞ വരാനല്ല കാണിച്ചത്. അവിടെ മഞ്ഞ വരാണ് ഉള്ളതായിരുന്നു. അത് കളർ പോയി. കളർ മ്യൂട്ടേഷൻ വരുന്നത്. ചത്ത മഞ്ഞ വരാൻ മഞ്ഞ വരാൻ. അത് ഇതിനാണ് മറ്റേ വിലയുള്ളത്. കമ്പനിയായിട്ട്. ഏത് വിലയോട്ട് ഉണ്ടല്ലോ മഞ്ഞ വെള്ളം കണ്ട്. ആ ഇത് മഞ്ഞ. അതും വേറെ വരാനെടുത്ത് വെച്ചടാ. കളർ വ്യത്യാസം കണ്ട്. ഇങ്ങനത്തെ വരാലുണ്ട്. ഇത് എന്തെങ്കിലും പറ്റിയതാണ്. കളർ മ്യൂട്ടേഷൻ എടുത്തിട്ടേ മഞ്ഞ വരാലും പിടിക്കുന്ന കമ്പനിയും ഫോട്ടോ എടുക്കായിരുന്നു. ജീവനുണ്ടായി. ഉണ്ട്. ഞാൻ ചത്തായിരിക്കും. ചത്ത് കളർ മാറിയായിരിക്കും ഞാൻ ആദ്യം. വേണ കിടപ്പുണ്ടോ? വരാതെ ഒരിടപ്പുണ്ടോ? ഇതെടുക്കാം കേട്ടോ. എടുക്കാല്ലേ? നമ്മുടെ കുറവ് വരെയെന്ന് മാത്രം കിട്ടിയ മീനാട്ടോ ഇത്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ വലുതും ചെറുതും എല്ലാം ഉണ്ട്. ചെമ്പല്ലി തിലോപ്പി എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കിട്ടിയത്. അപ്പം ഒന്ന് വരാം അവിടെ. വേണ്ട. ഈ ചരടെ പിടിച്ചോടി. ആ ഉടഞ്ഞിട്ടു. മഞ്ഞ വരാതെ മറുകയാകുമെന്ന് തോന്നുന്നു. ഞാൻ ചൂണ്ടായിട്ടൊരു വരാല് പിടിച്ചു. അത് വലിച്ച് ഞാൻ കരക്ക് വലിയൊരു വരാലേ. അപ്പോൾ ഒരു ചവറ് ഉടക്കി. അത് ചവറെടുത്ത് കളയാൻ വേണ്ടി നോക്കിയിരുന്നു. വായിട്ട് അങ്ങനെ കയറ്റി കടിച്ച് പൊടിച്ചൊരു ഒറ്റ പോകും. നമ്മളെ കൂട്ടുകാരനാട്ടോ ശ്രീത്താണ്. ഇതിന് മുന്നേ നമ്മളിവിടെ പാടാൻ പറ്റുന്ന കൂടി ചരിത്രമാണ്. പുള്ളിയുടെ കൈക്കരി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുള്ളി ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്നു. പതുക്കെ കൊണ്ടുപോകും. ഇവിടെ ഇടാനാണ്. ഇവിടെ ഇടണ്ട, അവിടെ കൊണ്ടിടാം. ആ തൂമ്പിൻ്റെ അവിടെ നേരം ഇത് കഴിഞ്ഞ ദിവസം വന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ പറഞ്ഞത് ഇവിടെ പാടത്ത് വരാറുണ്ടെന്ന് പറഞ്ഞു. ഇതിന് മുമ്പും ശ്രീത്ത് തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഓൾറെഡി പുള്ളിയുടെ കൈവയ്യാത്തതുകൊണ്ടാണ് ഇത് പറ്റിയതെന്നും അറിയാതെ പോയത്. എല്ലാവരും നമ്മളെ നേരത്തെ വിളിച്ച് പറഞ്ഞത് നമ്മളിവിടെ വന്നേനായിരുന്നു. ഇതിൽ ആദ്യം വന്നവർക്കൊക്കെ വരാൽ കിട്ടി കാണും. എനിക്കൊന്ന് കറക്റ്റ് ഒരാഴ്ചയായെന്ന് തോന്നുന്നു ഇത് പറ്റിയിട്ട്. കേടണേ അതിനത് ഇവിടെ ഇട്ടാലും മതി. ഈ ഒഴുക് വരുന്നു. ഫ്രീ ആക്കിയിട് ലൂസാക്കിയിട്. നീളത്തിയിട്. കൊല്ലി അത് പൊക്കി കിട്ടി. ഇത് കേട്ടോ പൊക്കണം. അത് പൊക്കി കിട്ടി. ആ മഞ്ഞ വരാതെ വളർക്കുന്നറ.
ഞാനതാ അത്തന്നോർത്തിരിക്കുമായിരുന്നു. ഇതുണ്ട് മഞ്ഞ കളറിൽ വരാം. എന്താ സംഭവം ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അത് ഇങ്ങനത്തെ വരാറുണ്ട്. നമ്മളിങ്ങനെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് പലരുടെയും ഇങ്ങനെയൊക്കെ മഞ്ഞ വരാലിനെ കിട്ടിയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോ ഫോട്ടോയും കണ്ടു. പക്ഷേ നമുക്കിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കിട്ടുന്നത്. മനസ്സിലായി ഇങ്ങനത്തെ വരാൽ ഉണ്ട് സാർ നമ്മുടെ നാട്ടിലും. നമ്മുടെ കോരിക്കൊള്ളിച്ച് വെച്ച വല എടുക്കാൻ പോകട്ടോ. ഇതിനകത്തിന് എത്ര ശതമാനം മീൻ കാണുമെന്ന് അറിയത്തില്ല. അത്യാവശ്യം വരാൽ ഇതിനകത്ത് ചാടുന്നുണ്ടായിരുന്നു. വലുതൊന്നൂറ്റം ചാടുന്നുണ്ട്. പിന്നെ ഇടത്തരവ ചാടിക്കണ്ടത്. നല്ല പച്ചപ്പായി വരുമോ നടക്കണ്ടേ? ചവിട്ടി കുഴിക്കാത്തുണ്ട്. എനിക്ക് എല്ലാ ഐറ്റവും തന്നു. പൂരി ആദ്യം വരലേ തന്നത്. വരലല്ല ഇത്. അഹങ്കാരം കാണിച്ചേ ഒന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ അതിൻ്റെ അത് കാലടിച്ച് പറ്റിയ ചവറോട് കയറ്റിയിട്ട് പോരാൻ പറയുന്നത്. ഇല്ല കിടക്കുന്നു. എന്താ ഇല്ല ആ ചവറ ഈ സൈഡിൽ നിന്ന് എടുക്കടാ. അവനങ്ങനെ എടുക്കാനാ. അങ്ങനെ കേട്ടോ കൂരിയുണ്ട് കേട്ടോ. ഞാൻ കണ്ണനെ കൂരി കുത്തി പൊളപ്പിച്ചു. ഇവിടെ കാരി കുത്തി ഞാൻ റെസ്റ്റാ. വലിയ കൂരി ഉണ്ടോ? അങ്ങനെ കേട്ടോ. നിൽക്കാൻ ക്യാമറ കുറച്ച് കൂരി എനിക്ക് വേണേ. കീരിക്കറി സൂപ്പർ സാധനം. പണ്ടൊക്കെ കീറി ഉണങ്ങി വെച്ചിട്ട് ചമ്മന്തി ഇടിച്ച് ആ ഒരു 5-6 വർഷം കൂടി ഇപ്പം മറ്റേ അവ ഇവിടെയൊക്കെ വഴി കിടക്കുന്നതാണ്. അല്ലാതെ ഇവിടെ ഈ പാടത്ത് കാണുന്ന കഴിഞ്ഞ വല്ലതൊന്നും ഇല്ല. അല്ലെങ്കിൽ സാമാനൊക്കെ കാണാൻ നിങ്ങളുടെ ഇവിടുത്തെ ഒരു പുള്ളി നമ്മളവിടെ ഇറ്റാച്ച് പിടിക്കുന്നുണ്ട്, ബിനോയ് എന്നും പറഞ്ഞു. കുറച്ചേരൊക്കെ നമ്മൾ എവിടെ വരെ വെച്ചാൽ ഇത് തന്നെ ഇവിടെ പൂരി പൂരി ചവിട്ടുമ്പോൾ നോക്കാം. നാളെ കൂരി മുളകിലിട്ടത്. കുട്ടം പണിക്ക് പോകാൻ അവനിങ്ങോട്ട് വരുന്ന പറഞ്ഞായിരുന്നു. ഇപ്പം പണിയുണ്ടെന്ന് പറഞ്ഞു. മനോണം കുറച്ചുകൂടെ കഴിയുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. പറഞ്ഞാൽ കുണ്ടിപ്പറയൊക്കെ ഉണ്ട്. ഇതിലൂടെ കൂട്ടിയെടുക്കും. മൊത്തത്തിൽ പോക്കണം, അല്ലെങ്കിൽ അടിയിലായി പോയി പാടാം. അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകാലോ. ഇങ്ങോട്ട് കൊണ്ടുപോകാം. മൊത്തത്തിൽ കാര്യം ഇവിടെ കിടക്കും. ചവിട്ടല് അതാ പറയാം. ഞാനെങ്ങും ഓടിച്ചിട്ടൊന്നുമില്ല. ഇവിടെ കുളിക്കാത്ത ഞാൻ ചെറുത്ത് പിടിച്ചായിരുന്നില്ല. ഞാൻ ഓടിച്ചത് ആ മേലെ ഉറങ്ങുമ്പോണ്ട്. ഈ കാണിക്കും, ഫോണിൽ കാണിക്കും, ഈ ക്യാമറയിൽ കാണിക്കും. അഡേ കാല്
ടൂറിസ്റ്റ് വായനൊക്കെ ചോര കാണിക്കുന്ന കണ്ടത്തിലോട്ട് കാണിച്ചാൽ മതി. കരട്ടാത്ത വരണം. ഒരു നേരം കാണിച്ചു. അതെ ഞങ്ങൾ എടുക്കാറില്ല. മാനമര്യാദ ചെറുപ്പക്കാരാണ് ഞങ്ങൾ. എൻ്റെ കാലല്ല വലയെല്ലാം വന്നത്. ഇനി പതുക്കെ ഊര. ഇതുണ്ടോ നമുക്കിത് ഇവിടുന്ന് കിട്ടിയ രണ്ടാമത്തെ വില കിട്ടിയ കേട്ടോ. സിലോപ്പിയ കണ്ട ടൈപ്പ് സിലോപ്പി 5-8 ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല. മാത്തൂര് വന്നിട്ട് നമുക്ക് നഷ്ടമില്ല. അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. ചെറിയ വരാലും വലുതും എല്ലാമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ സമയം 10:30. നമ്മുടെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് രണ്ടാമത് പുറവോല് നമ്മുടെ കോരിക്കൊള്ളിച്ച വലയിൽ നിന്ന് കിട്ടിയ മീൻ ഇതിനകത്ത് കിടക്കുന്നത്. നമ്മുടെ പുറവോലയിൽ നിന്ന് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. നമുക്ക് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതി മീനുണ്ട്. നല്ല സൈസ് എമ്പല്ലിയും വരാലും വലിയ സിലോപ്പിയൊക്കെ നമുക്ക് ഇന്ന് കിട്ടിയത്. ഞങ്ങളുടെ 4 പേർ വച്ച് എന്തായാലും റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പിന്നൊരു വരവൊക്കെ നോക്കിയില്ല. ഒന്നാമല്ല ഇതിനിടയ്ക്ക് കണ്ണപ്പൻ്റെ കയ്യിലൊരു കൂരിയുടെ കൊമ്പ് ഫുള്ള് കയറിയിട്ട് ഒടിഞ്ഞിരിക്കുക. ഇനി അത് ചെന്നിട്ടൊരു ഓപ്പറേഷൻ പരിപാടി നമ്മൾ നടത്തും. ഇത് കഴിഞ്ഞ് എല്ലാ വിഭാഗമുണ്ട്, സർജറി ഉണ്ട്. അതെ, നല്ല കള്ള് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ അടുത്തൊരു കള്ള് ഷാപ്പുണ്ട്. നല്ല ഐഡിയ അല്ലേ? ഇത് ഷാപ്പിൻ്റെ പേരെന്തോ? ചെമ്പ്. ചെമ്പ്. നല്ല ഐഡിയ. എന്തായാലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതെ അതെ, പ്രൊമോഷൻ ചെയ്യുന്നില്ല, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.